ഹായ് എവ്രി വൺ, എല്ലാവർക്കും കെയർ ഗിവർ കോമ്പസിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റോസ്. ഞാൻ ഒരു നഴ്സ് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നു അയർലൻഡിൽ. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കെയർ ഗിവർ ബാഗ് എങ്ങനെ തയ്യാറാക്കാം, നമ്മൾ പ്രിയപ്പെട്ടവരുമായിട്ട് ആശുപത്രികളിൽ അപ്പോയിൻമെൻറ്റ്സിന് പോകുമ്പോൾ നമ്മൾക്ക് എങ്ങനെ അത് ടെൻഷൻ ഫ്രീ ആക്കാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഒരു സെഷൻ കേൾക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, നമ്മൾ ഈ അപ്പോയിൻമെൻറ്റ്സിനൊക്കെ പോകുമ്പോൾ ടെൻഷൻ ഇല്ലാതെ, സ്ട്രെസ് ഇല്ലാതെ ആ അപ്പോയിൻമെൻറ്റിൻ്റെ ഏറ്റവും നന്നായിട്ടൊരു പോസിറ്റീവ് ഔട്ട്കം നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് അത് ഒരു കെയർ ഗിവർ ബാഗ് തയ്യാറാക്കി വെക്കുന്നത് നല്ലതായിരിക്കാം. അത് കെയർ ഗിവർ ബാഗിൻ്റെ അകത്ത് നമ്മൾക്ക് എന്തൊക്കെ വേണം, അത് നമുക്ക് എങ്ങനെ തയ്യാറാക്കി വെക്കാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മളൊരു ചെറിയ ഒരു ബാഗ് അറേഞ്ച് ചെയ്ത് വെക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഫയൽസ് ആണ്. ആ ഫയലിൽ നമ്മൾ എന്തൊക്കെ ഇൻവോൾവ് ചെയ്യിക്കണം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രിസ്ക്രിപ്ഷൻ മെഡിക്കേഷൻ ലിസ്റ്റ്. അപ്പം അത് ഏതെല്ലാം സമയങ്ങളിലാണ് നമ്മൾ കഴിക്കുന്നത് എന്നുള്ളത് നമ്മൾ ലിസ്റ്റായിട്ട് എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നമ്മുടെ അടുത്തുള്ള എല്ലാ ഇൻവെസ്റ്റിഗേഷൻസും, എക്സ്റേയോ, സി ടി ബ്രെയിനോ, സി ടി സ്കാന്, MRI, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, പിന്നെ ബ്ലഡ്സ് എന്തെങ്കിലും ഫയലിലെടുത്ത് വയ്ക്കുക. പിന്നെ നമുക്ക് എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടായിരുന്നതിനെക്കുറിച്ചും നമുക്ക് എന്തെങ്കിലും എഴുതി അതിനകത്ത് ഫയലിൽ സൂക്ഷിക്കാവുന്നതാണ്. അത് ഭദ്രമായിട്ട് എടുത്ത് വയ്ക്കുക. പിന്നെ രണ്ടാമത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്ക് ഡോക്ടറിൻ്റെ അടുത്ത് പോകുമ്പോൾ നമുക്കൊരു ഡയറി എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നമുക്ക് ഫോളോ അപ്പ് അപ്പോയിൻമെൻറ്റ്സ് നമ്മൾ മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഡയറി കീപ്പ് ചെയ്യുക. അപ്പം അതിനകത്ത് ഡോക്ടർ പറയുന്ന അഡ്വൈസസും പിന്നെ ഫോളോ അപ്പ് അപ്പോയിൻമെൻറ്റുകളും, എന്തെങ്കിലും മെഡിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും എല്ലാം നമുക്ക് അതിനകത്ത് എഴുതി വയ്ക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ വെള്ളം എടുത്ത് വയ്ക്കുക. 2 പേർക്കുള്ള വെള്ളവും പിന്നെ ഭക്ഷണം, ലഘുവായിട്ടുള്ള സ്നാക്സ്, ഹെൽത്തി ആയിട്ടുള്ള പഴങ്ങളോ എന്തെങ്കിലും ഹെൽത്തി സ്നാക്സ് എല്ലാം എടുത്ത് വയ്ക്കുക. ഇപ്പം നമ്മൾ നേരത്തെയാണ് ഈ ബാഗ് എല്ലാം തയ്യാറാക്കി വെക്കുന്നതെങ്കിൽ നമുക്ക് നേരത്തെ ഒരു ലഞ്ച് ബോക്സും ഒരു വാട്ടർ ബോട്ടിലും എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു നമ്മൾക്ക് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. പിന്നെ നമ്മൾക്ക് ഫോൺ ഉപയോഗിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഫോൺ ചാർജറോ ഒരു പവർ ബാങ്കോ ഒക്കെ കൊണ്ടുപോകാൻ നല്ലതായിരിക്കും. ഫോണിൻ്റെ ഉപയോഗം ഉണ്ടെങ്കിൽ നമുക്ക് അത് ഉപകരിക്കും. പിന്നെ വായനാശീലമുള്ളവരാണെങ്കിൽ ഒരു ബുക്ക് എപ്പോഴും കരുതുന്നത് നല്ലതായിരിക്കും. അപ്പോയിൻമെൻറ്റ്സുകൾക്ക് ചിലപ്പോൾ താമസം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ബോറടിക്കാതിരിക്കാൻ അത് ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. പിന്നെ നമുക്കൊരു ഡോക്ടറിൻ്റെ അടുത്ത് കയറി കഴിഞ്ഞ് നമ്മളവിടെ അപ്പോയിൻമെൻറ്റിന് ഇരിക്കുമ്പോൾ നമ്മളുടെ ടെൻഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മളെന്നും മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു എന്തൊക്കെ ചോദിക്കണമെന്നുള്ള ഒരു ലിസ്റ്റ് ഓഫ് തിങ്സും എഴുതി വയ്ക്കുക. പിന്നെ നമ്മളിതെല്ലാം ഓർമ്മിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പോയിൻമെൻറ്റ്സിനെല്ലാം പോകുമ്പം നമുക്കും ടെൻഷനില്ല. നമ്മളുടെ പ്രിയപ്പെട്ടവർക്ക് പേഷ്യൻ്റായിട്ട് നമ്മൾ കൊണ്ടുപോകുന്ന അപ്പോയിൻമെൻറ്റ് ഉള്ളവരുടെ പേഷ്യൻ്റ് ഔട്ട്കംസും നല്ലതായിരിക്കും, സാധിക്കും. ഇത് നമുക്ക് ഒരു ഉപകാരപ്രദമായിട്ട് ഉള്ള ഒരു വീഡിയോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഉപകരിക്കുമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക. പിന്നെ ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായിട്ട്, ഉപകാരപ്രദമുള്ള വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതാണ്. നിങ്ങളെല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ബൈ.